നിതിൻ രാജിന്റെ മരണത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രതിഷേധ പരിപാടിയുമായി മലപ്പുറത്തെ KSU വി.ഡി. സതീശൻ അനുകൂലികളും KC വേണുഗോപാൽ അനുകൂലികളുമാണ് ഒരേ സമയം പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആസാദി മാർച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ അനുകൂലികളുടെ പന്തി ഭോജൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹനെയാണ്. വിവരങ്ങളുമായി KT സ്വാലിഹ മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാലി, നിതിൻ രാജിന്റെ മരണം കേരളത്തിന്റെ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചതാണ്. നമ്മളെ എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം കൂടിയാണ്. പക്ഷേ ആ മരണത്തിലുണ്ടാകുന്ന പ്രതിഷേധത്തിൽ പോലും ഗ്രൂപ്പുകളെ ഇല്ലാതെ ഒരുമിച്ചൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല KSUവിനല്ലേ? അവിടെ KC വേണുഗോപാൽ അനുയായികളും വി.ഡി. സതീശൻ അനുയായികളും പരസ്പരം ചേരിതിരിഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണല്ലേ? മനു, ഇവിടെ ഒരേ വിഷയത്തിൽ ഒരേ സംഘടന ജില്ലയിൽ നടത്തുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ ചേരിതിരിഞ്ഞ് നടത്തുന്നത്, രണ്ടായി നടത്തുന്നത്. ഇതിൽ നേരത്തെ തന്നെ ഈ പോസ്റ്ററുകളും ഒക്കെ തയ്യാറാക്കി പ്രചരിപ്പിച്ചിരുന്നു. PT അജയ് മോഹൻ, നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ KC അനുകൂലികളുടെ നേതാവും അവരുടെ ശക്തനായ പ്രവർത്തകനും കൂടിയാണ് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ. അജയ് മോഹനെ ഉദ്ഘാടകനാക്കിയാണ് KC അനുകൂലികൾ പരിപാടി പൊന്നാനിയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ അത് പരിപാടിയിൽ അജയ് മോഹൻ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇത് വാർത്തകളായതിനു ശേഷം, ഇത് വാർത്തയായി പ്രചരിച്ചതിന് ശേഷം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ പരിപാടിക്കായി തയ്യാറാക്കിയ 2 പോസ്റ്ററുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ അല്ലെ? അതൊന്നും മാറ്റിയിട്ടില്ലല്ലോ? അതൊന്നും മാറ്റിയിട്ടില്ല. പരിപാടിയും നടക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ പരിപാടി, ഒന്ന് പൊന്നാനിയിലും ഒന്ന് മലപ്പുറം ജില്ലാ ആസ്ഥാനത്തും വെച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ഈ വിഷയത്തിൽ ഈ ഒരേ സമയം പരിപാടി വെച്ചത് തന്നെ DCCയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുമതി ഇല്ലാതെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന തരത്തിൽ ഇവർ ഒരു പരിപാടി ജില്ലയിൽ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അറിയിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ആസാദി മാർച്ചും പന്തി ഭോജൻ മാർച്ചും ഒരേ സമയം 2 മലപ്പുറം ജില്ലയിൽ നടക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ മാർച്ചുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മലപ്പുറം നമ്മളെല്ലാവരും ഏറ്റവും വേദനയോടെ കണ്ടതാണ് നിതിൻ രാജിന്റെ മരണം എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് ആ വേദന വിട്ടുമാറിയിട്ടില്ല. വലിയ പ്രതിഷേധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒരിക്കലും കേരളത്തിൽ ഇനി ഉണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നിതിൻ രാജിന്റെ മരണം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ പോലും ഇവർക്ക് ഈ ഗ്രൂപ്പ് ചേരിതിരിവോ പരസ്പരമുള്ള വെല്ലുവിളികളോ ഇല്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുന്നില്ലേ? യഥാർത്ഥത്തിൽ നിതിൻ രാജിന്റെ ഓർമ്മകളെ പോലും അവഹേളിക്കുകയല്ലേ ഇവരുടെ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ ഈ KSU നേതൃത്വം ചെയ്യുന്നത്? സ്വാലി, തീർച്ചയായും മലപ്പുറത്ത് നമുക്കറിയാം, ഇപ്പോൾ ഈ ഭരണം ലഭിക്കുമെന്നതിനെ തുടർന്നുള്ള ഒരു ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രചാരണങ്ങളും പ്രതിഷേധ പരിപാടികളും ഒക്കെ മലപ്പുറത്ത് വളരെ സജീവമായി നടക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയ ഒരു വാർത്തയിൽ വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച, നിയുക്ത മുഖ്യമന്ത്രി എന്ന അഭിവാദ്യമർപ്പിച്ച ഒരു വിഭാഗം പോസ്റ്റർ പതിക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം ആ പോസ്റ്റർ സ്വയം കാണാതാവുന്നു. കോൺഗ്രസുകാർ തന്നെ ഇത് പിന്നീട് എടുത്തുകൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ വിഭാഗീയത അല്ലെങ്കിൽ ഈ സംഘടനയിൽ ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തർക്കങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിന്റെ ഭാഗമായി അത്തരം പിന്നിൽ നിന്നുള്ള ഈ ഓപ്പറേഷനുകളുടെയൊക്കെ ഭാഗമായ ഇത്തരത്തിൽ 2 പ്രതിഷേധ പരിപാടി പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പോലും നടത്താൻ കോൺഗ്രസ് നിർബന്ധിതരാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പൊന്നാനിയൊക്കെ കേന്ദ്രീകരിച്ച് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള, എ ഗ്രൂപ്പിനൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെയാണ് KC അനുകൂലികൾ കേന്ദ്രീകരിക്കുന്നത്. ഏതായാലും 2 പ്രതിഷേധ മാർച്ചുകൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. മനു, ഒട്ടും മര്യാദയില്ലാത്തൊരു സമീപനമാണ് സ്വാലി ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഗ്രൂപ്പ് ചേരിതിരിഞ്ഞ് KSUവിന്റെ പ്രതിഷേധം. ഒരു ഭാഗത്ത് വി.ഡി. സതീശൻ ഗ്രൂപ്പ്, മറുഭാഗത്ത് KC വേണുഗോപാൽ ഗ്രൂപ്പ്. വി.ഡി. സതീശൻ ഗ്രൂപ്പിന് വേണ്ടിയുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അലോഷ്യസ് സേവ്യർ, മറുഭാഗത്ത് KC വേണുഗോപാൽ ഗ്രൂപ്പിന് വേണ്ടിയുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് KPCC സെക്രട്ടറിയായിരുന്ന ജനറൽ സെക്രട്ടറിയായ PT അജയ് മോഹൻ കൂടിയാണ്. അജയ് മോഹൻ ആ പരിപാടിയിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ ആ പരിപാടികൾക്ക് വേണ്ടി അച്ചടിച്ച പോസ്റ്ററുകളും ബ്രോഷറുകളും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിതിൻ രാജിന്റെ ഓർമ്മകളെ പോലും അവഹേളിക്കുകയാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ KSU നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. ഒട്ടും ആത്മാർത്ഥതയില്ലാത്തൊരു സമീപനം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയവും അവരുടെ ഗ്രൂപ്പ് വൈരവും ഒക്കെ നിതിൻ രാജിന്റെ ഓർമ്മകളിലേക്ക് കൂടി കലർത്തുകയാണ് KSU നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്.